ഹായ്, ഫാറൂഖ് വിക്കേപ്പടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2034 സൗദി ലോകകപ്പിൽ മദ്യം വിളമ്പില്ല. ഇന്ന് ഒന്ന് രണ്ട് ചാനലിൽ ഒരു പ്രധാന വാർത്തയായി വന്നതാണ്. ബാക്കിയുള്ള ചാനലുകളൊക്കെ അത് അവോയ്ഡ് ചെയ്തു, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. 2034 കാര്യമില്ല, അതിനി 9 വർഷമുണ്ട്. അതിനു മുമ്പ് ഫുട്ബോൾ കളിക്കാനുള്ള സ്റ്റേഡിയങ്ങൾ കെട്ടാൻ നോക്ക്. 160 കിലോമീറ്റർ നീളമുള്ള ലൈൻ പ്രൊജക്റ്റ് 2030 തുറക്കും. അതായത് സൗദി പ്രഖ്യാപിച്ച ആകാശത്തു കൂടിയുള്ള ഒരു നഗരത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നും പറഞ്ഞ് ഇപ്പോൾ എന്തായി? വെറും 1.5 കിലോമീറ്റർ പോലും നടത്തില്ല. നമ്മൻ്റെ സൽമാൻ രാജാവിൻ്റെ രാജ്യത്തിലെ വലിപ്പത്തിലൊന്നും കാര്യമില്ല. ആ കുഞ്ഞൻ ഖത്തറിനെ കണ്ടുപിടിക്കൂ. ഷെയ്ഖ് തമീമിൻ്റെ നിലപാട് കണ്ടുപിടിക്കൂ. അല്ലാതെ താടി നീട്ടി വളർത്തി 6 അടി നീളമുള്ള കന്തൂറ വലിച്ചിട്ട് നട്ടെല്ലില്ലാതെ നടന്നു ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഉറപ്പാണിത്. ആരായിരിക്കും ഒരു സംഖ്യൻ്റെ കമൻ്റായിരിക്കുന്ന ആർക്കും സംശയമില്ല. അതായത് 2034 സൗദിക്ക് ലോകം കിട്ടി. അപ്പോൾ പല ആൾക്കാർ ചർച്ച, നമ്മുടെ നാട്ടിലൊക്കെ ഇത് സ്വാഭാവികമായിട്ട് സൗദിയിലാണ് കളി എടുക്കുന്നത്, നമുക്ക് കാണാനും മോഹം ഉണ്ടാവും. നമ്മളൊക്കെ ചർച്ച ഇപ്പോൾ മെസ്സി റൊണാൾഡോയൊന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇനി ആരായിരിക്കും അന്നത്തെ സൂപ്പർ സ്റ്റാർ എന്നായിരിക്കും നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടുള്ളത്. അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ ആരായിരിക്കും? ബ്രസീലും അമേരിക്കയിലെ യോഗ്യത നേടുമോ? അങ്ങനെ പല ചർച്ചകളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ യുവതാരങ്ങൾ അവരന്ന് ഉണ്ടാവുക, അവർ ഫോമോട്ട്, അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ടാവും. പക്ഷേ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ പലരും ഏറ്റെടുത്തുകൊണ്ടതാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ. അപ്പം ഇതേ വിഷയം മുമ്പ് ഇതിൻ്റെ വേറെ രൂപത്തിൽ, അതായത് സൗദിയിൽ ബാർ തുറന്നു. ബാറുകൾ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ബാറുകൾ എന്നാണ് ഒരു ന്യൂസ് വന്നിരുന്നു. അത് കുറേയൊക്കെ നമ്മളെ ആളുകൾ, നമ്മളെ ഗ്രൂപ്പുകളിൽ പോലും അത് പരന്ന് പന്തലിച്ചിരുന്നു. അത് ആവേശത്തോടെ കൊണ്ടു നടന്ന ആളുകളാണ് ഈ കമൻ്റ് ഇടുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്, ഒരു ഭാഗത്ത് കളിനെക്കുറിച്ചും കളിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്ന ചർച്ചൻ്റെ അവസ്ഥ, അതായത് സൗദിയുടെ അവിടുത്തെ മന്ത്രാലയം പറഞ്ഞത് ഞങ്ങൾക്ക് മദ്യം വിളമ്പാതെ തന്നെ ഈ പരിപാടി നടത്താൻ കഴിയും. അവിടുത്തെ ടൂറിസത്തിൻ്റെ ഭയങ്കര വികസനം നടക്കുന്ന, ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന രാജ്യമാണ് സൗദി. അവിടെ പോയി പബ്ലിക്കായിട്ട് മദ്യം ഇല്ല, എന്നിട്ടും ടൂറിസം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുംബൈ എന്ന വാർത്ത ഉണ്ടായിരുന്നു, മദ്യം മൊത്തത്തിൽ തുറന്നു എന്നുള്ളത്. അത് സൗദി ഗവൺമെൻറ് നിഷേധിച്ചു എന്ന് മാത്രമല്ല, അവരെ ഈ വാർത്ത കൂടുതൽ വരുത്തിയാൽ നിയമ നടപടി എടുക്കുന്നവരെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ഏതായാലും 2034 സൗദിയിൽ നടക്കുന്ന വേൾഡ് കപ്പ് നമുക്ക് എല്ലാവർക്കും കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതും മദ്യമില്ലാത്ത, സംഖ്യകളുടെ ആ മോഹം നടക്കാത്ത, മദ്യമില്ലാതെ നല്ല 1 നമ്പർ, അതായത് നമ്മൾ ഖത്തറിലൊക്കെ കണ്ടല്ലോ, നല്ല 1 നമ്പർ സംഘാടന മികവ്, അതുപോലത്തെ ഒരു സംഘാടന മികവോട് കൂടിയ ഒരു ലോകകപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മൾ കളി കൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളിലൊക്കെ, വാത്സല്യൻ്റെ റേഞ്ചിലൊക്കെ കണ്ടിരിക്കുന്ന 1 നമ്പർ കളിക്കാർ, ഇന്നത്തെ താരങ്ങൾ അന്നും ആ ലോകകപ്പിൽ സൂപ്പർ സ്റ്റാറുകളായും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വരാം.